നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തൂക്കിയെടുത്ത് ബാറിന് പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് പോകാൻ പറ്റുമോ ഞങ്ങൾക്ക്? ബോധം കെട്ട് റോഡിലോ ഗട്ടറിലോ കിടന്ന പോലീസിന്റെ വിളി വരും. ഏതോ കോളേജിലെ ലെക്ചറാണത്രേ. കുടിച്ച് ബോധം മറിഞ്ഞാ പിന്നെ ബാറിന്റെ പേര് മാത്രമേ ഓർമ്മ ആവുന്നുള്ളൂ. എവിടെയാ താമസിക്കുന്നതെന്ന് പോലും അറിയില്ല. പിന്നെ പാതിരാത്രി റൂം എടുത്ത് താമസിപ്പിക്കേണ്ടത് ഞങ്ങളും. പിറ്റേ ദിവസം റൂം റെന്റ് ചോദിച്ചാലോ ചാടിക്കടിക്കാൻ വരും. തന്നോടാരാ എന്നെ റൂം എടുത്ത് താമസിപ്പിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട്. കുടിക്കാൻ മാത്രം ആവശ്യത്തിന് കാശുണ്ട്. അതാ മുതലാളി പറഞ്ഞത് ഒരു പരിധി കൂടുതൽ കൊടുക്കണ്ടെന്ന്. ദേ ഈ നേരത്തിനുള്ളിൽ ഒരു കുപ്പി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ വേറെ വാരിപ്പോട്ട് സാറേ, ഞങ്ങൾക്കിനി ഇത് ചുമക്കാൻ വയ്യ. പിന്നെ ഇവന്റെ മുതലാളി കൂടെ അല്ലേ ഞാൻ അവിടുന്ന് കുടിക്കാൻ തീരുമാനിക്കുന്നത്? ആ അതെ സാറോട് ഈ സാറിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇയാൾ എന്തിനാണ് ഇയാൾക്ക് മാപ്പൊക്കെ ചോദിക്കുന്നത്? രാജീവ് സാറും സമാധാനിക്ക്. നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ പറയുന്ന കേക്ക് സാറേ. ക്ഷോഭിക്കരുത്. ഈ മദ്യം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ ഉള്ളിലെ കുരങ്ങനെ പുറത്തു കൊണ്ടിരുന്ന ഒരു പാനീയ. അത് കുടിക്കുന്നവര് പല രീതിയിൽ പെരുമാറിന്നിരിക്കും. ഇത് കണ്ടില്ലേ? തൽക്കാലം ഈ ഭാരം ഞാൻ ചുമന്നോളാം. ചേട്ടൻ പോയിട്ട് 2 പെഗ് എടുത്തോണ്ട് വാ. അല്ല സാറേ, ചെല്ലേ ഏട്ടാ. 2 പെഗ് എടുത്ത് കൊടുക്കും. ഒടുവിലെ താനും ഇവിടെ എത്തിയല്ലേ? എടോ ഞാൻ പറഞ്ഞില്ലേടോ, ശാരദാമ്മയുടെ മക്കളെ കെട്ടുന്ന എല്ലാവരുടെയും വിധി ഇതാ. ഞാനും താനും ഇവിടെ എത്തി. ഇനി 3ാമതൊരു ഹതഭാഗ്യന് കൂടെ ഉണ്ട്. അത് ആരാടാവോ ദൈവമേ? അയ്യോ എടോ, ചാവാൻ പല വഴികളും ഉണ്ട്. കെട്ടിത്തൂങ്ങാം, കൈഞ്ഞരമ്പ് മുറിക്കാം, വെള്ളത്തിൽ ചാടാം, സ്വയം തീ വെക്കാം, വിഷം കുടിക്കാം. അങ്ങനെ പല പല വഴികളും ഉണ്ട്. പക്ഷെ ഇതൊന്നും ശരിയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മൾ ആഘോഷത്തോടും അങ്ങോട്ട് തീർക്കായ, മനസ്സിലായ? പിടിയടോ. വെള്ളം വെള്ളം വേണം. ചിയേഴ്സ് പറയുന്നില്ലേ? Cheers. സങ്കടങ്ങളും ദുഃഖങ്ങളും ആഘോഷിക്കണമെന്ന് സാറ് പറഞ്ഞോണ്ടാ ചിയേഴ്സ് പറയണമെന്ന് ഞാൻ നിർബന്ധിച്ചത്. ആഘോഷിക്കാനൊരു കാരണമുണ്ട്. ശാരിക കീടനാശിനി എടുത്ത് കുടിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.